നമസ്കാരം. കലോത്സവ വാർത്തകളും വിശേഷങ്ങളുമായുള്ള പ്രത്യേക പരിപാടി കലയാട്ടത്തിലേക്ക് സ്വാഗതം. 57ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ഇനി ഒരു ദിനം മാത്രമാണ് ബാക്കിയുള്ളത് തിരശീല വീഴാൻ. എന്തായാലും 6ാം ദിവസത്തിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ, വേദി നിറയെ മത്സരങ്ങളാണ്. എല്ലാ മത്സരങ്ങളും തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ കാഴ്ചക്കാർ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് അരുൺ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതെ, കണ്ണൂരിന്റെ ഒരു കലാസ്നേഹം കൂടിയാണ് അത് പ്രകടമാക്കുന്നത്. ആദ്യം ഒരു പെർഫോമൻസിലേക്ക് തന്നെ പോയാലോ? തീർച്ചയായും. ഗാനമേളയാണ്. കട്ടപ്പനയിൽ നിന്ന് എത്തിയ കുട്ടികളാണ്. ഇടുക്കി ജില്ല ഓസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കട്ടപ്പനയിലെ. അവരുടെ പെർഫോമൻസിലേക്ക് പോവാം. ഇടുക്കി കട്ടപ്പന ഓസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ്. ഇവർ തുടർച്ചയായി 4ാം തവണയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്നത്. മേഘ, എല്ലാ തവണയും നമുക്ക് അതിഥികൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഒരു വിശിഷ്ട അതിഥിയാണ് നമുക്കിപ്പം ഉള്ളത്, അല്ലേ?
എനിക്ക് തോന്നുന്നു ഒരു പരിചയപ്പെടുത്തലിന്റെ തന്നെ ആവശ്യമില്ല. കണ്ണൂരിനുകാരനാണ്, കണ്ണൂരിന്റെ പ്രിയപ്പെട്ട. പക്ഷെ എനിക്ക് തോന്നുന്നു അതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടി കേൾക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം വരാം. മന്ദാരപ്പൂന്നുള്ളിക്കാറ്റു കൊഞ്ചിടും കണ്ണാടി ചോല കൂളിപ്പാട്ടു കേട്ടില്ലേ ഇന്നിനി കാണും സ്വപ്നവർണ്ണമെല്ലാം നാളെ ഈ മണ്ണിൽ സ്വർഗലോകം തീർക്കും പാട്ടിൻ തമ്പുരുമീട്ടും മന്ദാരപ്പൂന്നുള്ളിക്കാറ്റു കൊഞ്ചിടും കണ്ണാടി ചോല കൂളിപ്പാട്ടു കേട്ടില്ലേ ഇന്നിനി കാണും സ്വപ്നവർണ്ണമെല്ലാം നാളെ ഈ മണ്ണിൽ സ്വർഗലോകം തീർക്കും പാട്ടിൻ തമ്പുരുമീട്ടും മന്ദാരപ്പൂവുന്നുള്ളിക്കാറ്റു കൊഞ്ചിടും കണ്ണാടി ചോല കൂളിപ്പാട്ടു കേട്ടില്ലേ. അനുഭവങ്ങൾ പാഠങ്ങളാക്കുമെങ്കിൽ വിജയമൊരനുഭവഗീതം അനുഭവങ്ങൾ പാഠങ്ങളാക്കുമെങ്കിൽ വിജയമൊരനുഭവഗീതം സുലഭമധുമായ വസന്തം മായാവർണ്ണങ്ങളിരേ മന്ദാരപ്പൂവുന്നുള്ളിക്കാറ്റു കൊഞ്ചിടും കണ്ണാടി ചോല കൂളിപ്പാട്ടു കേട്ടില്ലേ. കണ്ണിലെ പാലിലാരാഗ സുഖമറിയുവാൻ കണ്ണിലെ പാലിലാരാഗ സുഖമറിയുവാൻ അരികിലുള്ളോരമ്മയ്ക്കു പകരണം തിരയണയാത്തൊരു സ്നേഹം അരികിലുള്ളോരമ്മയ്ക്കു പകരണം തിരയണയാത്തൊരു സ്നേഹം തരളിതരസമായ സുഗന്ധം കാണാതീരങ്ങളെ മന്ദാരപ്പൂവുന്നുള്ളിക്കാറ്റു കൊഞ്ചിടും കണ്ണാടി ചോല കൂളിപ്പാട്ടു കേട്ടില്ലേ. സംഗീത സാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു കുറച്ചു നേരം. അപ്പോൾ മത്സരങ്ങളൊക്കെ സജീവമായി വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ്. മേഘ, അപ്പോ അതിഥിയിലേക്കല്ലേ? ആരാണ്? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഒന്നും ഇല്ലാത്ത, മുഖവുരുടെ ആവശ്യങ്ങളില്ലാത്ത ആളാണ്. അതെ, പി ജയരാജൻ. അദ്ദേഹത്തിന് മുഖവുരുടെ ആവശ്യങ്ങളില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. സ്വാഗതം. ശരിക്കും നമ്മളല്ല സ്വാഗതം പറയേണ്ടത്, അദ്ദേഹമാണ്. കാരണം നമ്മള് അതിഥിയും അദ്ദേഹം ആതിഥേയനുമാണ്. ആ തരത്തിൽ വേണം ഇതിനെ കാണാൻ. കലോത്സവം തീർച്ചയായിട്ടും 57ാമത് സ്കൂൾ കലോത്സവ വേദിയിലേക്ക് അവിടെ നടക്കുന്ന മത്സര ദൃശ്യങ്ങൾ ലോകത്താകെയുള്ള പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കൈരളി പീപ്പിൾ ചാനലിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും കണ്ണൂരിന് വേണ്ടി ഹാർദമായ അഭിവാദനങ്ങൾ നേരുകയാണ്. സന്തോഷം. ജയരാജ് ചേട്ടാ, എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ ഒരു കലോത്സവം വന്നിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മാമാങ്കത്തിന് കണ്ണൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണൂരുകാരൻ എന്ന നിലയ്ക്ക് അത് എത്രത്തോളം ആത്മസംതൃപ്തി, സന്തോഷമൊക്കെ നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും കണ്ണൂരിലെ ജനങ്ങൾ 57ാമത് കലോത്സവം നടത്തുന്നതിനുള്ള സംഘാടകന്മാരാണ്, ആതിഥേയന്മാരാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ടാണ് കണ്ണൂരിലെ ജനങ്ങൾ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘാടക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അധ്യാപക പ്രസ്ഥാനങ്ങൾ, മറ്റ് സർവീസ് സംഘടനകൾ, മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങൾ, കലാസാംസ്കാരിക പ്രവർത്തകന്മാർ എല്ലാം ഒറ്റ മനസ്സോടുകൂടിയാണ് ഈ കലോത്സവം വമ്പിച്ച വിജയമാക്കി, ചരിത്ര വിജയമാക്കി മാറ്റാനുള്ള
പരിശ്രമത്തിലാണ് കണ്ണൂരിലെ ജനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ വളണ്ടിയർമാർ ഇന്ന് സേവന സന്നദ്ധരായിട്ട് ഇവിടെ ഉണ്ട്. കണ്ണൂരിന് അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്, ഒരു വലിയ പട്ടണമല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം മുമ്പ് നടത്തിയിട്ടുള്ള സ്കൂൾ കലോത്സവത്തേക്കാൾ കൂടുതൽ മത്സരാർത്ഥികൾ ഇത്തവണത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി കൂടി വന്നല്ലോ. അപ്പോൾ 12,000-ഓളം വരുന്ന മത്സരാർത്ഥികളും അവരുടെ കൂടെ വരുന്ന ആളുകളും ഒക്കെ താമസ സൗകര്യത്തിന് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ പരിമിതികളും ഉണ്ടെങ്കിലും മറ്റുള്ളിടത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മര്യാദയോടുകൂടിയുള്ള ഒരാതിഥ്യം കണ്ണൂരിന് നൽകാനായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂരുകാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കലാകാരന്മാർ ഉള്ള സ്ഥലമാണ് കണ്ണൂർ. പക്ഷേ നല്ല കലാ ആസ്വാദകർ ഉണ്ട് എന്ന് കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ മേള. കാരണം അങ്ങനെയുള്ള ജനപങ്കാളിത്തമാണ് ഈ 5 ദിവസവും, ഇന്ന് 6ാം ദിവസമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് മലപ്പുറത്ത് മാത്രമാണ് ഇത്രത്തോളം ഒരു സജീവ പങ്കാളിത്തം ജനങ്ങളുടേതായി ഉണ്ടായത്. അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങ് എന്താ കരുതുന്നത്? തീർച്ചയായിട്ടും കണ്ണൂരിനെ കുറിച്ച് ചില മാധ്യമങ്ങളൊക്കെ നടത്തിയ പ്രചരണത്തിന്റെ ഫലമായിട്ട് പുറത്തുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ എല്ലാ കാലത്തും കലയും സാഹിത്യവും സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളും നല്ല നിലക്ക് ആസ്വദിക്കുന്ന ജനങ്ങളുള്ള നാടാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് വരുന്ന അവസരത്തിൽ ആരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ബോർഡ് ഇത് തറികളുടെയും തിറകളുടെയും നാടാണ് എന്നാണ്. കൈത്തറിയുടെ നാടാണ് കണ്ണൂർ. അതോടൊപ്പം തന്നെ തെയ്യങ്ങളുടെ നാടാണ്. ആ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് ഏറ്റവും വലിയ ഒരു കലാരൂപമാണല്ലോ, ഒരു കലാപ്രകടനമാണല്ലോ. ആ മുഖത്തെഴുത്ത് തന്നെ ഏറ്റവും വലിയ കലയാണ്. ആ തെയ്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു കാലത്തെ പ്രാക്തന കാലത്തെ അക്കാലത്തെ മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒന്നാണ് ഈ തെയ്യം കളിയാട്ടങ്ങൾ തന്നെ. അപ്പോൾ അക്കാലത്ത് തന്നെ, ആ പ്രാക്തന കാലത്ത് തന്നെ ഇത്തരം കലാപ്രകടനങ്ങൾ, കലാരൂപങ്ങൾ, സാഹിത്യങ്ങൾ, ഇതിനോടെല്ലാം നല്ല ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ചെറുശ്ശേരി പോലും തൻ്റെ ആദ്യകാലത്തെ ജീവിതം ഈ കണ്ണൂർ പ്രദേശത്തായിരുന്നു. പിൽക്കാലത്ത് സാംസ്കാരിക പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് നവോത്ഥാന നായകനായിട്ടുള്ള വാഗ്ഭടാനന്ദൻ്റെ നാടാണ് കണ്ണൂർ. അപ്പോൾ ആ നിലക്ക് കലാസ്വാദനം ആദ്യകാലം മുതൽ തുടർന്നു വന്നിട്ടുള്ളൊരു നാട് കൂടിയാണ് കണ്ണൂർ. അവരെല്ലാം അവരുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഈ 57ാമത് കലോത്സവം വമ്പിച്ച വിജയമാക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാഴ്ചക്കാര് തന്നെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അവരുടെ ഒരു കലയോടുള്ള ഒരു കാണികൾ കയ്യടി അർഹിക്കുന്നുവെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു മറ്റു വേദികളിലെ മത്സരങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. കേരള നടനം വേദി 1 പ്രധാന വേദിയിൽ പുരോഗമിക്കുകയാണ്. അതിലേക്ക് കൂടി ശൂലം കാലനുടെ വാൾ പരിചയം പ്രധാന വേദിയിലടക്കം എല്ലാ മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം അതിഥി പി ജയരാജൻ അദ്ദേഹം തുടരുന്നുണ്ട്. മേഘ, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാരനായ പി ജയരാജനെയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഏറെക്കുറെ രാഷ്ട്രീയക്കാരൻ എന്ന തരത്തിലാണ് പരിചയം. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കലാ ആസ്വാദകനായ, പാട്ട് കേൾക്കുന്ന, നല്ല സിനിമകൾ കാണുന്ന, സിനിമയിൽ സുഹൃത്തുക്കളുള്ള ഒരാളെന്ന നിലയിൽ കൂടി കുറച്ച് പേർക്ക് മാത്രമാവും അറിയുക, അല്ലേ? എങ്ങനെയാണ് ആ തരത്തിൽ? അല്ല, ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് മാത്രമല്ല, ഒരു സാധാരണ ആള് സിനിമ,
അതുപോലെ തന്നെ കഥ, കവിത, പാട്ടുകൾ ഇതൊക്കെ ആസ്വദിക്കുമല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ഒരു ആസ്വാദകരുടെ കൂട്ടത്തിൽ ഞാനും അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു അതിനപ്പുറം പറഞ്ഞു അല്ല, അതിനപ്പുറം ഒരു ആധികാരികമായിട്ട് ഈ ആസ്വദിച്ച അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അല്ല, എനിക്ക് തോന്നുന്നു സലിംകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സലിംകുമാറിന്റെ തന്നെ ഈ അടുത്ത കാലത്തെ കറുത്ത ജൂതൻ എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അങ്ങനെ വേദികളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ കൂടെ ചോദിച്ചത്. തീർച്ചയായിട്ടും സലീം കുമാർ ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ ആളുകൾ ഞാനുമായിട്ട് വ്യക്തിബന്ധം പുലർത്താറുണ്ട്. അവരുടെ പല അഭിപ്രായങ്ങളോടും ചിലപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് വരും. പക്ഷേ സിനിമാ നടൻ ശ്രീനിവാസൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. അങ്ങനെയുള്ള പല സിനിമാ രംഗത്തെ ആളുകളുമായിട്ടും നല്ല സൗഹൃദ ബന്ധമുണ്ട്. അവരുടെ പരിപാടികൾ ആസ്വദിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് എനിക്ക് കൂടുതൽ താല്പര്യം ഹാസ്യരംഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മലയാള സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നടൻ ജഗതി ശ്രീകുമാറാണ്. അദ്ദേഹം ഈയിടെ വാഹനത്തിൽ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തോട് എല്ലാ സൗഹാർദ്ദവും പ്രകടിപ്പിച്ചു. വേഗം അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ സിനിമാ രംഗത്തും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ പരിശ്രമിക്കാറുണ്ട്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാകാരനാണല്ലോ പപ്പേട്ടൻ, ടി പത്മനാഭൻ. അദ്ദേഹവുമായിട്ടും നല്ല സൗഹൃദത്തിൽ തന്നെയാണ്. ഈ സാധാരണ ഇത് കേൾക്കുന്നവർക്കൊരു സംശയം സ്വാഭാവികം ഉണ്ടാകും. ഇത്രത്തോളം തിരക്കുള്ള ഒരാൾക്ക് ഇങ്ങനെ സിനിമകൾ കാണാൻ, കലാ ആസ്വാദനത്തിന്, അതിന് പ്രത്യേകിച്ച് സമയം വേണമെന്നില്ല, എങ്കിലും ഇത്രത്തോളം തിരക്കുള്ള ഒരാൾക്ക് അതെങ്ങനെ സാധിക്കും എന്ന് എങ്ങനെയാ സമയം കണ്ടെത്തുക? അല്ല, എല്ലാ സിനിമയും ഞാൻ കാണാറില്ല, പക്ഷെ ചില സിനിമകൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുലിമുരുകൻ, അത് ഇവിടെയുള്ള തിരക്കിനിടയിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് സിനിമ കാണാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു യോഗത്തിന് പോയപ്പോൾ അന്ന് പുലിമുരുകൻ സിനിമ കണ്ടു. ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ്? അതിനു മുമ്പ് എന്ന് നിൻ്റെ മൊയ്തീൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമയും കാണാൻ സമയം കിട്ടാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈ താല്പര്യമുള്ളതിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അതിലെ ഒരു ലീഡ് റോൾ ചെയ്ത സന്തോഷ് കീഴാറ്റൂർ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അദ്ദേഹം വന്നിരുന്നു, സന്തോഷേട്ടൻ വന്നിരുന്നു 2 ദിവസം മുമ്പ് നമ്മുടെ പീപ്പിൾ സ്റ്റുഡിയോയിൽ. ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് കീഴാറ്റൂരും ഞങ്ങളൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സന്തോഷ് കീഴാറ്റൂര് ഇവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ നിലക്ക് സന്തോഷ് കീഴാറ്റൂരും വളർന്നു വരുന്ന സിനിമാ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട നടനാണ്. അക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. കണ്ണൂരിൻ്റെ ഒരു നടൻ. ആ നിലക്ക് തീർച്ചയായിട്ടും കണ്ണൂരുകാർക്ക് അഭിമാനം കൊള്ളാവുന്ന അഭിനയ രംഗത്തെ ഒരു മികവ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് സന്തോഷ്. തീർച്ചയായും ജയരാജേട്ടാ, ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് കലകളുടെ ഒരു സമ്മേളനം കൂടിയാണ്. ഇങ്ങനെ കലോത്സവം വരുന്നു എന്നൊരു അറിയിപ്പ് ലഭിച്ചതുകൊണ്ട് തന്നെ ജയരാജന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു കലാരൂപം കാണണം, ഇന്ന ഐറ്റം കാണണം, ആസ്വദിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. പ്രധാനമായിട്ട് നൃത്യങ്ങൾ അത് കാണാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷേ ഒരിക്കൽ ഞാൻ പോയി നോക്കുമ്പോൾ കണ്ടു ഭരതനാട്യം അത് കണ്ടു. കുറച്ച് സമയം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. അതിനുശേഷം പോകേണ്ടി വന്നു. കാരണം മറ്റു പരിപാടികളുള്ളതുകൊണ്ട് തുടർന്നുള്ള മത്സര പരിപാടികൾ കാണാൻ വേണ്ടി അവസരമുണ്ടായില്ല. ഈ നാടകത്തോടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ഏത് തരത്തിലാണ്? ഈ പലപ്പോഴും യുവജനോത്സവ വേദിയിൽ എത്തുന്ന നാടകങ്ങൾ എന്ന് പറയുമ്പോൾ മികച്ച നിലവാരം പുലർത്തുന്നവയാണ്. ഈ കുട്ടികളുടെ പ്രകടനം കണ്ടാൽ നമ്മൾ അമ്പരപ്പെട്ടു പോകും. അത്തരത്തിലാണ് പ്രകടനം. നാടകത്തോട് പൊതുവെ ജയരാജേട്ടൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നാടക സൃഷ്ടികളോടും നാടക കലാകാരന്മാരോടും വലിയ നിലക്കുള്ള സ്നേഹവും ബഹുമാനവുമുണ്ട്. ഇവിടെ കണ്ണൂരിൽ സംഘചേതന ഒരു നാടക സംഘമാണല്ലോ. സംഘചേതനയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സ്റ്റേജ് കിട്ടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായിട്ടുള്ള ഒരു നാടകമാണ്. അവരിപ്പോൾ കുമാരനാശാൻ്റെ ദുരവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നാടകം ചെയ്തിട്ടുണ്ട്, അടിയത്തമ്പ്രാട്ടി എന്ന പേരിൽ. അപ്പോൾ ആ നിലക്ക് നാടകരംഗത്ത് കണ്ണൂർ പ്രധാനപ്പെട്ട സംഭാവന ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ ഞാൻ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. KPSCയുടെ പഴയ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എത്രമാത്രം നിലവാരം ആ നാടകങ്ങൾ പുലർത്തുന്നുണ്ട് എന്ന് അഭിപ്രായം പറയാൻ ഞാനാണല്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല.
ഈ ഇന്നലെ സിനിമയിലെ രാത്രി ആരംഭിച്ച മത്സരം ഏകദേശം എനിക്ക് തോന്നുന്നു അരുൺ 9 മണി വരെ നീണ്ടു നിന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രത്തോളം നാടകം ഉണ്ടായിരുന്നു മത്സരത്തിന്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മത്സരം ഇന്ന് ഉച്ചയോട് കൂടി അടുപ്പിച്ചാണ് നാടകം. കാരണം ഇത്തവണ നിലവാരമുള്ള നാടകങ്ങൾ കൂടിയാണ് ഉണ്ടായിരുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. സാധാരണ എല്ലാ വർഷവും തല്ലും വഴക്കൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഇത്തവണ അതുണ്ടായില്ല. മാത്രമല്ല ഈ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ നല്ല തരത്തിൽ കുട്ടികൾ ശ്രദ്ധിച്ചു. സിനിമയിൽ നിന്ന് പോലും ആടുതോമയുടെ ജീവിതമൊക്കെ പ്രമേയമാക്കി അവതരിപ്പിച്ചു. ഞാൻ ചോദിക്കാൻ വന്നത് ഈ സിനിമ കാണുന്ന ഈ ഹാസ്യം കോമഡി സിനിമകളാണല്ലോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്. ജഗതിയുടെ കോമഡി സീനുകളുമാണ് ഇഷ്ടം. ഈ പുതിയ തലമുറയിലെ കൊമേഡിയന്മാരുടെ എങ്ങനെയാ കാണുന്നത്? പുതിയ തലമുറയിലെ കൊമേഡിയന്മാരെ എങ്ങനെയാ കാണുന്നത്? പുതിയ തലമുറയിലെ സുരാജ് വെഞ്ഞാറമൂട് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാര് തന്നെയാണ്. അപ്പോ പുതിയ സിനിമകൾ കാണാൻ അധികം അവസരമുണ്ടാവാറില്ല. ഇപ്പോൾ ജഗതി ശ്രീകുമാർ ഇപ്പോൾ അഭിനയ രംഗത്തില്ലല്ലോ. അതേസമയം സുരാജിനെ പോലെയുള്ള പുതിയ പുതിയ നടന്മാർ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഈ മാനുഷിക മുഖമുള്ള ഒരു പ്രസ്ഥാനത്തിന് അമരത്വം വഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. IRPC ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പോലും അതിൻ്റെ വളരെ സജീവമായ സാന്നിധ്യമുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമായി ഉള്ള ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഒരു CPM-ൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് CPM-ന് ജനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജനങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ സേവനം ആവശ്യമുണ്ടോ ആ സേവനം നൽകുകയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ദൗത്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ തെറ്റിനെതിരായി പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാഗ്ഭടാനന്ദൻ്റെ നാടാണ്. നവോത്ഥാന നായകനായിട്ടുള്ള വാഗ്ഭടാനന്ദൻ, അത് മലബാറിൽ മാത്രമല്ല തിരുവിതാംകൂറിൽ പോലും നവോത്ഥാനത്തിൻ്റെ സന്ദേശം ഉയർത്തിയ വാഗ്ഭടാനന്ദൻ അദ്ദേഹം ഒരു മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി: ഉണരുവിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ആ അനീതിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി കലയും സാഹിത്യവും, എന്തിന് സിനിമ പോലും, നവമാധ്യമങ്ങൾ പോലും ഇന്ന് അവരുടെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എതിർപ്പിൻ്റെ അനീതിയോട് എതിർത്തുകൊണ്ട്. അനീതിയെ തിരുത്തണമല്ലോ, നീതി വേണം. അപ്പോൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം അനീതി അനുഭവിക്കുന്ന, സാമൂഹ്യമായിട്ടുള്ള നീതി കിട്ടാത്ത ജനവിഭാഗങ്ങൾക്ക് നീതി കൊടുക്കണം. അത് ക്രിയാത്മകമായിട്ടും പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമല്ല, അതോടൊപ്പം മനുഷ്യസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വന പരിചരണം, അതിനും മാതൃകയാണ് തീർച്ചയായിട്ടും കണ്ണൂർ. അത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ആത്മകഥ എഴുതി ആ ബുക്ക് വിറ്റ് കിട്ടുന്ന പണം അദ്ദേഹം ഇതിലേക്ക് സംഭാവനയായി നൽകുന്ന ഒരു സാഹചര്യം, അങ്ങനെ എന്തോ വാർത്ത വായിച്ചു. തീർച്ചയായിട്ടും ഇന്നാണ് ആ പുസ്തകത്തിൻ്റെ 11ാം പതിപ്പിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി നിർവഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഭാവദശരഥം എന്ന കൃതിയുടെ 11ാം പതിപ്പിൻ്റെ അത് വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയും കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന പരിചരണ ജീവകാരുണ്യ പ്രസ്ഥാനമായിട്ടുള്ള IRPCക്ക് നൽകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നാണ് അതിൻ്റെ ഈ കൈരളി പീപ്പിൾ ചാനൽ ഈ പരിപാടി നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഇന്ന് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. അദ്ദേഹം ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? കണ്ണൂരിനെ പറ്റി മാധ്യമങ്ങളൊക്കെ തെറ്റായ ചിത്രീകരണങ്ങൾ പുറം ലോകത്ത് നടത്തുന്നുണ്ടെങ്കിലും ജീവകാരുണ്യ മേഖലയിൽ സാന്ത്വന പരിചരണ രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകുന്ന പ്രസ്ഥാനങ്ങൾ കണ്ണൂരിലാണ്. അതിലൊന്നാണ് IRPC. അതിൻ്റെ ഒരു ഉപദേശക സമിതി ചെയർമാൻ കൂടിയാണ് ഞാൻ. അപ്പം ഞങ്ങൾക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ മാത്രമല്ല, ഏതാണ്ട് 2500-ലധികം വളണ്ടിയർമാർ IRPCക്കുണ്ട്. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട്, ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നുണ്ട്, ചിലർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ IRPC വളണ്ടിയർമാർ ചെയ്യുന്ന സേവനത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് കിടപ്പ് രോഗികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഗൃഹപരിചരണം നൽകുക എന്നുള്ളതാണ്. വീടുകളിലേക്ക് എത്തി തീർച്ചയായിട്ടും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടുള്ള IRPCയുടെ സേവനം മോഹൻലാലിനെ പോലെയുള്ള മലയാളത്തിൻ്റെ മഹാനടൻ മനസ്സിലാക്കി എന്നത് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായും കലോത്സവ വേദിയിലെ ഒരു പുതുമയാർന്ന കാഴ്ച കൂടി ആയിരുന്നു എന്ന് തോന്നുന്നു IRPCയുടെ സ്റ്റാൾ അവിടെ.
ഒരു കലോത്സവ വേദിയിലും അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്റ്റോൾ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. IRPC ഒരു ഗവൺമെൻറ്റേതര സംഘടനയാണ്. പക്ഷേ ഇവിടെ സംഘാടക സമിതിയുടെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടർ പോലും ചിലപ്പോൾ വളണ്ടിയർമാരുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെയാണ് സമീപിക്കുന്നത്. IRPCയുടെ വളണ്ടിയർമാരെയാണ് സമീപിക്കുന്നത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിലും ആ കാര്യങ്ങളെല്ലാം സേവനം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ വളണ്ടിയർമാർ ഓരോ ദിവസവും അതിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ശുശ്രൂഷയുടെയോ പരിചരണത്തിൻ്റെയോ പ്രശ്നം വരുമ്പോൾ ആളുകൾ ഞങ്ങളുടെ IRPCയുടെ പവിലിനെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു മാതൃകാപരമായ ഒരു കാഴ്ചപ്പാട് അപ്പോൾ തന്നെയാണ് അത്. മാത്രമല്ല ഷോ അവസാനിക്കാനുള്ള സമയം കൂടി ആയിരിക്കുകയാണ് മേഘ. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വിശിഷ്ടാതിഥികൾ തന്നെയാണ് നമുക്കിപ്പം ഉണ്ടായിരുന്നത്. ഇത്തവണ P. ജയരാജൻ, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നല്ല അതിനെ പറയേണ്ടത്, കലാ ആസ്വാദന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശിഷ്യ പറഞ്ഞു വെച്ചത്. അപ്പോൾ മറ്റു മത്സരങ്ങൾ വിവിധ വേദികളിലായി പുരോഗമിക്കുന്നു. തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.